കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരണിന്റെ നോവുകൾ എല്ലാം കാണുന്ന പർദാനേ, ദണ്ഡങ്ങൾ തീർത്ത് സലാമത്തേകണേ മന്നാനേ, ദുഃഖത്തിൻ മാല നീക്കിടേണേ സുബ്ഹാനേ. ഞാൻ എന്തിനാ ഈ ടൂണ് സെലക്ട് ചെയ്തതെന്ന് അറിയുമോ? മഹാനായ ഇമാം ബുസൂരി റഹിമഹുല്ലാഹി വരിയ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രവാചകരെ പ്രണയിച്ചെഴുതിയത്. പ്രണയം എന്തിനായിരുന്നു? ഒരു രോഗം വന്നപ്പോൾ ആ രോഗം മാറാൻ വേണ്ടിയിട്ട് റസൂലിന്റെ കാവ്യം എഴുതാൻ തീരുമാനിച്ചത്. അലക്സാണ്ട്രിയ, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ് കബർ. അവിടെ പോകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. ഞാൻ 1-2 തവണ അവിടെ പോയിട്ടുണ്ട്. അവിടുന്ന് ബുർദ ചൊല്ലാനുള്ള തൗഫീഖ് ഒരുപക്ഷെ ഈ ഇഷ്ക് മജ്ലിസിന്റെ ഒക്കെ കാരണം കൊണ്ടായിരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും അവിടെ പോരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബുസൂരി ഇമാം ഈ വരി എഴുതിയത് ഒന്നാമത്തെ വരി. എന്നതും എല്ലാ വരിയും കൂടി പറഞ്ഞാലും നമുക്ക് നമ്മളെ മൗലീദ് ചൊല്ലാൻ സമയം ഉണ്ടാവും. ഇത് ഒരുപാടുണ്ട്, 12 ഫസലുണ്ട്. പക്ഷെ ഞാൻ 2-3 വരിയുടെ അർത്ഥം പറയും. ഒരു 2-3 വരിയുടെ ഒന്നാമത്തെ വരി തന്നെ ഇതിൽ പറയുന്നത് ഒരാളെ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് ചൊല്ലുക. അപ്പൊ സങ്കടത്തിനൊരു കാരണക്കാരൻ. ആ കാരണക്കാരൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സങ്കടമുള്ളൊക്കെ വരണം. എന്താ ചെയ്യാ? നബിനെ ഓർക്കാനും എന്താ ചെയ്യാ? ആ ജീവിത ചരിത്രത്തിന് എന്തെങ്കിലും ഒന്ന് മനസ്സ് തട്ടണം. അതാലോചിക്കാൻ കഴിയില്ല. ആമിൻ തദക്കുരി ജിറാനിൻ ബിദി സലമി മസജതദം അൻ ജറാമിൻ മുഖലത്തിൻ ബിദമി. കണ്ണുനീർ കൺതടങ്ങളിലൂടെ രക്തത്തോട് കൂടിക്കലർന്ന് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിന്റെ കാരണമാരാണ്? എന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി പ്രവാഹമായി ഒഴുകുന്നതിന്റെ കാരണമാരാണ്? ആ കാരണം ഖാതിമുൻ നബി അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ ഈ സലമിലെ അയൽക്കാരനെന്ന കാവ്യഭാവനയിൽ ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് വർണ്ണിച്ചെഴുതിയ പ്രവാചക പുങ്കവർ അത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി റസൂലിനാണ് വർണ്ണിച്ചത്. ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു, രക്തം കട്ട പിടിക്കുന്നു, എനിക്കാകെ ടെൻഷൻ ആവുന്നു. റസൂലിനോർത്താ ഞാൻ എങ്ങനെ കരയാതിരിക്കും? എന്നിട്ട് വീണ്ടും അദ്ദേഹം ചോദിക്കാം, മിൻ തിൽഖാഇ ഖാലിമതി. ഖാലിമയിലെ മന്ദമാരുതനാണോ എന്റെ സ്മരണയിൽ നിറയുന്നത്? ഇളം താഴ്വരയിലെ മിന്നൽ പ്രകാശം മുഹമ്മദ് മുസ്തഫ അതാണോ എന്റെ കണ്ണ് നനയിപ്പിക്കുന്നത്? ഇതേ സാധനം ഞാനിപ്പോ ചൊല്ലിയ അതേ വരി ഇത് നിങ്ങൾ ചിലപ്പോ പല ടൂണിലും കേൾക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഇത് തന്നെ ചിലപ്പോ ആമിൻ തദക്കുരി ജിറാനിൻ ബിദി എന്നാണ് ഞാൻ പറഞ്ഞത്. അറിഞ്ഞു ചൊല്ലുമ്പോൾ ഒരു കാഴ്ചയിൽ ഈ സാധനത്തിന് ഫിറ്റായി കൂടുമ്പോ ഏതാ ഒന്ന് പറഞ്ഞത്? ഏതാ? ഞാൻ ആദ്യം ചൊല്ലിയതല്ലേ? ബുസൂരി ഇമാം കരയാണ്. ബുസൂരി ഇമാം കരയാണ്. നിന്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീർ വരാൻ കാരണക്കാരനുണ്ട്. എന്നിട്ട് അടുത്ത വരി ഇങ്ങനെയാണ്, ഫമാലി ഐനൈക ഇൻ ഖുൽത
مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فما لعينيك إن قلت كفاها متى കണ്ണിനോടും കൽബിനോടും അടങ്ങാൻ പറഞ്ഞിട്ട് അവരൊന്ന് അടങ്ങാതെ ആ കണ്ടടങ്ങളും ഹൃദയവും തപിക്കുന്നതെന്തേ? അതിന്റെ കാരണം ഒരേ ഒരാൾ മാത്രമാണ്, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ റസൂലിനെ ആലോചിച്ചിട്ട് കരയണം. അപ്പോൾ അങ്ങനെ ഒരു മജ്ലിസ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ. ഒന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് യാ റസൂലല്ലാഹ് അങ്ങനെ ചൊല്ലാൻ ഒരു മനോഭാവം വേണ്ടേ? നമ്മളെ മൗലൂദ് എങ്ങനെ? ഞാൻ നിങ്ങളല്ല വിമർശിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ചൊല്ലുന്നവരുണ്ടെങ്കിൽ അവരെയാണ്. നമ്മളെ മൗലൂദ് എങ്ങനെയാണ്? ഒരു വാക്ക് ഒരാൾ ഇങ്ങനെ ഇരിക്കും, ചാരി ഇങ്ങനെ ഇരിക്കും, എന്താണ് ഈ സാധനം? എന്താ أنت منجينا غدا من شفاعتك صرفا من لنا مثلك يا سيدي خير النبي. എന്നത് അർത്ഥത്തിലേക്ക് വരാം. അത് ചൊല്ലുന്നതിന് മുമ്പ് ഇന്ന് അതിന്റെ അർത്ഥമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലുമ്പോൾ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് എന്താ ചെയ്യാം? നമുക്കൊന്ന് കണ്ണുനീർ വാർക്കാലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൗലിദ് നിസാരമൊന്നുമല്ല, ബുർദ നിസാരമൊന്നുമല്ല, ഫുള്ള് റസൂലിനെ ഓർത്തിട്ട് കരയുന്നത്. ബുർദയിലെ വരിയൊക്കെ ഇപ്പുറത്ത് നിൽക്കുന്ന കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇതെല്ലാം എന്തെല്ലോ കഴിച്ചു കൂട്ടുന്നല്ല. മൂന്നാമത്തെ ഫസിൽ ഒരു വരിയുണ്ട്, പാതിരാത്രി കാലിന് നീര് വന്ന് കെട്ടിയിട്ട് കാല് പരാതി പറയുന്നത് വരെ രാത്രിയെ ഹയാത്താക്കിയ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിന്റെ തിരുചര്യ ഞാൻ പാലിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കവി ഉസുലിമാം. ആ സുന്നത്ത് ഞാൻ എടുത്തില്ലല്ലോ. പാതിരാത്രി കാല് നീര് വന്ന് കെട്ടിയിട്ട് പോലും പരാതി പറഞ്ഞ കാലിനോട് സാരല്ല ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടയോ എന്ന് ചോദിച്ച റസൂലിന്റെ തിരുസുന്നത്തിനോട് ഞാൻ എതിര് കാണിച്ചല്ലോ എന്ന് ചോദിച്ച കാവ്യശകലം വെറുതെ ആ വരികൾ ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു മജ്‌ലിസ് മുത്തുനബിയെ ഓർത്തിട്ടൊന്ന് കണ്ണീർ വാർക്കുന്ന ഒരു മജ്‌ലിസായി നമ്മുടെ മനസ്സ് മുഴുവൻ കുറച്ചു നേരം സമർപ്പിച്ച് ജീവിതത്തിൽ ഏറ്റവും ഒരു അനുഭവമുള്ള ഒരു മൗലിദും കണ്ണുനീർ വാർക്കലായി ഇത് മാറണം. റബ്ബ് കബൂൽ ചെയ്യട്ടെ. അതിനെന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന ഒരു വാക്ക്. കേട്ടുമോ? കേട്ടില്ലേ? വെറുതെ കേട്ടു. കടയുടെ പുറത്ത് കാണാം, വീടിന്റെ പുറത്ത് കാണാം, അല്ലെ? പുതിയ പുതിയ ഷോപ്പുകളുടെ പുറത്തൊക്കെ കാണാം, അല്ലെ? ഈ വാക്ക് ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാം?